പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച പുഡിങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നേരെ കടയിൽ പോയി ബ്രെഡും മുട്ടയും പാലും വനില എസൻസും വാങ്ങിച്ചിട്ട് നമ്മൾ ബ്രെഡിൻ്റെ സൈഡിലെ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് ചെത്തി മിനുക്കി ആവശ്യമുള്ള അത്രയും മുട്ട എടുത്തിട്ട് നമ്മൾ 3 മുട്ടയാണ് എടുത്തത്. 3 മുട്ട എടുത്ത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് അത്രയും പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ 2 അടപ്പ് വാനില എസൻസും ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ബ്രെഡ് എടുത്ത് ചേർത്ത് നന്നായിട്ട് കുതിർത്തി വെച്ചു. ആ കുതിർത്തി വെച്ച ബ്രെഡ് എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ തട്ടി നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് പുഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മളത് ക്യാരമലൈസേഷൻ ചെയ്തിട്ട് നമ്മുടെ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തട്ടി അതിലും മിനുക്കി. അത് കഴിഞ്ഞ് പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് നമ്മുടെ അരച്ചു വെച്ചതും ചേർത്തിട്ട് നമ്മൾ നേരെ അത് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ആവി കയറ്റാൻ വെച്ചു. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ്ലി വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേറൊരു പാത്രം എടുത്തിട്ട് അത് നമ്മൾ അന്നത്തെ തട്ടി എന്നിട്ട് നമ്മൾ ഓടി കടയിൽ പോയി നമ്മൾ കുറച്ച് ഐസ്ക്രീം കൂടി വാങ്ങിച്ചുകൊണ്ട് പുഡിങ്ങും ഐസ്ക്രീം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു. ഒന്നും പറയാനില്ല, കിഡിലെ സാധനം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ശരി എന്നാൽ.